മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും എന്നുള്ളതാണ്. ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിനെയാണ് രഹസ്യ ബാലറ്റിലൂടെ തെരഞ്ഞെടുത്തതെന്നാണ് സൂചന. വത്തിക്കാന്റെ അനുമതി ലഭിച്ചാൽ ഉടനെ പ്രഖ്യാപനമുണ്ടാകും. കുർബാന ഏകീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക പുതിയ നേതൃത്വം ആയിരിക്കും. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും പുതിയ ആർച്ച് ബിഷപ്പിനെ മേജർ ആർച്ച് ബിഷപ്പിനെ ആരായിരിക്കുമെന്നത് ഉറ്റുനോക്കുകയാണ്. ഒപ്പം പുതിയ തീരുമാനങ്ങൾ ആ നേതൃത്വമായിരിക്കും എടുക്കുക എന്നും അറിയുന്നു. എന്തൊക്കെയാണ് ഇനിയുള്ള നടപടികൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. സിറോ മലബാർ സഭയുടെ സിനഡ് സമാപനത്തിലേക്ക് എത്തുന്നു. സിനഡിൽ ഒരു ഏക അജണ്ട അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ട എന്നത് ഉണ്ടായിരുന്നത് വല്ലപ്പോഴും ഒരിക്കൽ മാത്രം സാധ്യമാകുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അത് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. കർദിനാൾ രാജിവെച്ചതിൻ്റെ ഒഴിവിലേക്ക് വരുന്നു. കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം രാജിവെച്ചതിൻ്റെ ഒഴിവിലേക്കായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. അത് പൂർത്തിയാക്കി എന്നാണ് ഒടുവിൽ ലഭ്യമാവുന്ന, കഴിഞ്ഞ ദിവസം തന്നെ അത് പൂർത്തിയാക്കി എന്നാണ് ലഭ്യമാവുന്ന വിവരം. അതിൻ്റെ ഔദ്യോഗികമായ സഭയുടെ പ്രഖ്യാപനത്തിനായി, വത്തിക്കാൻ്റെ അടക്കമുള്ളൊരു പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് വിശ്വാസി സമൂഹം ഒന്നടങ്കം. അതിൽ നിലവിലുള്ള സൂചനകൾ അനുസരിച്ച് പാലാ രൂപത അധ്യക്ഷൻ ബിഷപ്പായ ജോസഫ് കല്ലറങ്ങാട്ടാണ് ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് വളരെ വ്യക്തമായി തന്നെ ലഭിക്കുന്നത്. അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഇന്ന് അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈകിട്ടോടുകൂടി അത് ഉണ്ടാകും. വത്തിക്കാനിലും ഒരേ സമയം തന്നെ ഇവിടെയും സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ സിനഡ് നടന്നിരുന്ന സെൻറ്റ് തോമസ് മൗണ്ടിൽ അങ്ങനെ ഒരു പ്രഖ്യാപനവും ചടങ്ങും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ സഭയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ഒരു വൈഷമ്യതകളിലൂടെ എല്ലാം കടന്നു പോകുന്നൊരു സമയം കൂടിയാണത്. പ്രത്യേകിച്ച് കുർബാന ഏകീകരണം സംബന്ധിയായ വിഷയങ്ങളിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത അതിൻ്റെ ഒരു വലിയൊരു വേദിയായി മാറുകയും ചെയ്യുന്നു. സഭയുടെ സ്ഥാനിക ദേവാലയമായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ഇത് തുറക്കാനായിട്ട് ഇതുവരെയും തന്നെ തർക്കം മൂലം കഴിഞ്ഞിട്ടില്ല എന്നാണ്. സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനാരോഹണം നടത്തേണ്ടത് അടക്കമുള്ള ചടങ്ങുകൾ നടക്കേണ്ടതും ഈ സെൻറ്റ് മേരീസ് ബസിലിക്കയിലാണ്. അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൽ എന്താണ് ഇതിൻ്റെ ഒരു പോംവഴി എന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല. സഭ കുർബാന ഏകീകരണം, അതോടൊപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം വൈദികരും വലിയൊരു സമൂഹം വിശ്വാസികളും ഉയർത്തുന്ന ചോദ്യങ്ങൾ, ഇതിനെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തന്നെ പരിഹാരം കണ്ട് പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് മറ്റു ഒരു പിന്നീട് അതിൻ്റെ ഒരു തുടർച്ചയായ പ്രതിഷേധങ്ങളിലേക്ക് നയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് അടക്കമുള്ളൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അവരുയർത്തുന്ന വിഷയങ്ങൾക്ക് എന്ത് മറുപടിയാണ് നൽകുക എന്നത് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തതയില്ല. ഇന്നലെയും വത്തിക്കാൻ പ്രതിനിധി അടക്കമുള്ളവരുമായി ചർച്ച ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ ഉയർത്തുന്ന കുർബാന ഏകീകരണം ഉയർത്തുന്ന വിഷയങ്ങൾ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾ, ഇത് സംബന്ധിച്ചുള്ളൊരു ചർച്ചകൾ, ഇതെല്ലാം തന്നെ ഈ ഒരു പുതിയ സ്ഥാനാരോഹണത്തോടുകൂടി തന്നെ അതിനൊരു സൊല്യൂഷനിലേക്ക്, അതിനൊരു പരിഹാരത്തിലേക്ക് എത്തും. അതിനുള്ള ഒരു ഫോർമുല എന്താണെന്ന് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇത്തരം കാര്യങ്ങൾക്ക് തന്നെയായിരിക്കും പുതിയ നേതൃത്വം പ്രഥമ പരിഗണന നൽകുക. സഭയെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നൊരു സന്ദേശമാണ് പൊതുവിൽ നൽകുന്നത്. അതിനോടുള്ള പ്രതികരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനത്തോടെ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ അറിവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡാനി, രഹസ്യ ബാലറ്റിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? എത്ര ബിഷപ്പുമാരാണ് വോട്ട് ചെയ്യുക? അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അശ്വതി, സഭയുടെ ഒരു രീതി അനുസരിച്ച് സഭയിലെ സിനഡ് സമ്മേളിക്കുമ്പോൾ അതിൽ സഭയിലുള്ള അധികാര സ്ഥാനങ്ങളിലുള്ള ബിഷപ്പുമാർക്ക് എല്ലാവർക്കും തന്നെ പങ്കെടുക്കാം. പക്ഷേ വോട്ടവകാശം എന്ന് പറയുന്നത് 80 വയസ്സിൽ താഴെയുള്ള ബിഷപ്പുമാർക്ക് മാത്രമായി ഈ വോട്ടവകാശം എന്നത് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 53 ബിഷപ്പുമാർക്കാണ് ഇതിൽ വോട്ടവകാശമുള്ളത്. ഇതിൽ വിവിധ റൗണ്ടുകളിലായിട്ട് 1, 2, 3 ക്രമങ്ങളിലായിട്ട് അത് വോട്ടെടുപ്പ് പോകുന്നു. ഇതിൽ പേരുകൾ നിർദ്ദേശിക്കുക, അവർക്ക് വോട്ട് നൽകുക എന്നതാണ്. ആദ്യത്തെ 2 റൗണ്ടുകളിൽ തന്നെ ഇതിൽ ഭൂരിപക്ഷത്തിലേക്ക് വന്നാൽ പിന്നീട് അതിനൊരു നീണ്ടുപോകുന്ന ഒരു പ്രക്രിയ ഉണ്ടാകില്ല. അത് കൃത്യമായിട്ട് തന്നെ ആളെ തിരഞ്ഞെടുത്ത വിവരം അറിയിക്കുകയും അത്
വത്തിക്കാനിലേക്ക് അറിയിക്കുകയും വത്തിക്കാൻ തിരിച്ച ഇതിൻ്റെ ഒരു ബിഷപ്പിനെ തെരഞ്ഞെടുത്ത വിവരങ്ങൾക്ക് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിക്കുക, സിനഡ് തെരഞ്ഞെടുക്കുക എന്നത് വ്യക്തമാണ്. അപ്പോൾ അവർ പിന്നീട് ഇതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് അടക്കം നടക്കുക എന്നതാണ്. സിറോ മലബാർ സഭ എന്ന് പറയുന്നത് സ്വതന്ത്ര അധികാരങ്ങളുള്ള പൗരസ്ത്യ സഭകളിൽപ്പെടുന്ന കൂട്ടത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിറോ മലബാർ സഭയ്ക്ക് അവരുടേതായ രീതിയിലുള്ള സ്വതന്ത്രമായ അവകാശങ്ങളെല്ലാം തന്നെയുണ്ട്, മറ്റ് സഭാ സമൂഹങ്ങളെ പോലെയല്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ തെരഞ്ഞെടുപ്പ് അടക്കം സിനഡിൽ തന്നെ നടക്കുകയും സിനഡ് തന്നെയാണ് അതിൻ്റെ ഒരു അധികാര കേന്ദ്രമെന്ന് പറയുന്നത്. സിനഡ് തിരഞ്ഞെടുത്ത് ഇത് തങ്ങളുടെ അധ്യക്ഷനെ തിരഞ്ഞെടുത്തിരിക്കുന്നതായുള്ള ഒരു വിവരം വത്തിക്കാൻ അറിയിക്കുകയും വത്തിക്കാൻ അതിൻ്റെ ഒരു ഔദ്യോഗികമായ അംഗീകാരം എന്ന രീതിയിൽ അതിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തുകയുമാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അധികാര സ്ഥാനങ്ങളുള്ള 53 ബിഷപ്പുമാരാണ് ഇക്കാര്യങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഏതാണ്ട് 3 ബിഷപ്പുമാരുടെ പേരുകൾ ഈ മത്സരരംഗത്തേക്ക്, അതായത് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് ഉയർന്നു വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടെ കുറച്ചുകൂടി ഔദ്യോഗിക പക്ഷത്തോടും അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളെ ഒരു അവധാനതയോടുകൂടി തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. 2004 മുതൽ തന്നെ അദ്ദേഹം ഈ സ്ഥാനത്ത് തന്നെയുണ്ട്, പാലാരൂപതയ്ക്ക് അധ്യക്ഷനായിട്ട് തന്നെ അദ്ദേഹം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പരിചയസമ്പന്നതയും എല്ലാം തന്നെ ഇക്കാര്യങ്ങളിൽ ഗുണകരമാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ രീതിയിലായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ. ഇനി അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കും. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ അത് ഉണ്ടാകും. കാരണം സിനഡ് അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഏക അജണ്ട എന്ന രീതിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലുള്ളൊരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം ഈ മറ്റു വിഷയങ്ങളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുർബാന ഏകീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ എന്ത് തീരുമാനം എടുത്തു, അല്ലെങ്കിൽ അത് എങ്ങനെ നടപ്പാക്കും, ഈ നിലവിലുള്ള ഒരു അവസ്ഥയ്ക്ക് എന്താണ് പരിഹാരം, അതിൻ്റെ ഫോർമുല എന്തെന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു വ്യക്തതയും ഇല്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതിന് വത്തിക്കാൻ എന്ത് നടപടികൾ സ്വീകരിക്കുന്നു, പുതിയ സഭാ നേതൃത്വം, സഭാ തലവൻ എന്താണ് ഇത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് കടക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്.